ഇന്ന് നമുക്ക് കുറച്ച് നിത്യവൈദ്യന പറിക്കാണ്ട്. ഇപ്പൊ മഴ നിന്നപ്പം വേഗം ഇറങ്ങിയതാ. രാവിലെ മുതലേ നിൽക്കാത്ത വലിയ മഴയൊന്നുമില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ നിത്യവൈദ്യന. ശരിക്ക് നിത്യവൈദ്യന നമുക്ക് നിത്യവും വിളവെടുക്കണം. നമ്മളിപ്പോ ഒരു 3-4 ദിവസമായി ഇത് പറിച്ചിട്ട്. അപ്പം ഇനിയും പറിക്കാന്നാലേ ഒക്കെ മൂത്തു പോവും. ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് നിത്യവൈദ്യന പടർത്താൻ വേണ്ടിയിട്ടുള്ള നെറ്റ് കെട്ടി വല കെട്ടി കൊടുത്ത കയറിലൊക്കെ അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ വള്ളിന്ന് കാണിച്ചു കൊടുക്ക്. ആദ്യമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ള ഭാഗത്ത് ഇപ്പൊ നല്ല പടർന്നിട്ട് ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മളെ ബയോഗ്യാസിന്റെ പൈപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഗ്യാസ് പോകുന്ന പൈപ്പായിട്ടത് നമ്മളെ അടുക്കളയ്ക്ക് അയിമലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് പണിയുണ്ട്, പെട്ടെന്ന് പറിച്ചു തീരൂല. എല്ലാ ഭാഗത്തും നോക്കിയിട്ട് വേണം പറിക്കാൻ. ഇപ്പോഴാണ് നമ്മളെ നെറ്റ് മുഴുവനായി. അപ്പുറത്ത് നമ്മളെ കോഴിഷെഡ് അതിന്റെ മുകളിലോട്ടൊക്കെ നിത്യവൈദ്യന പടർന്നിട്ടുണ്ട്. ഇപ്പൊ പറിക്കല്ലേ ഇതെങ്ങോട്ടും എവിടെയൊക്കെ ഇഷ്ടം പോലെ. ഇതൊക്കെ കുറച്ച് മൂത്ത് പോയിട്ടോ. ദിവസം വൈകിയാൽ നിത്യവൈദ്യന ഇതുപോലെ പെട്ടെന്ന് മൂക്കും. അതെവിടെയൊക്കെ ഉണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് നിത്യവൈദ്യന എന്താണെന്നറിയില്ല. അപ്പൊ പേരിൽ വഴുതന ഉണ്ടെങ്കിലും വഴുതന പോലെ ഒന്നല്ല ഇട്ടത്. വഴുതനന്റെ ടേസ്റ്റും അല്ല. അത് അരിഞ്ഞിട്ടാലൊക്കെ അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ചാൽ നമ്മുടെ ബീൻസ് ഉപ്പേരി വെച്ച പോലെയാണ്. അപ്പം പേരിൽ വഴുതന ഉണ്ട്, പക്ഷെ വഴുതനയ്ക്ക് സാമ്യമൊന്നും ഇതിനില്ല. പക്ഷെ എന്നാലും നിത്യം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതാ ഇതിന്റെ ഉള്ളിലാട്ടോ ഉള്ളത്. നോക്കി ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതാണ്ടോ ഇതൊക്കെ നല്ല ഇളയതാ. ഇവിടെയൊക്കെതാ ഇതിന് ചെറിയൊരു കറ ഉണ്ട്. ഇപ്പൊ മഴ പെയ്തിട്ട് അങ്ങനെ കറ കാണില്ല അല്ലേ. മറ്റേ പൊട്ടിക്കുമ്പോ തന്നെ ഒരു വെളുത്ത നിറത്തില് കറ വരും. അതിനൊന്നും അങ്ങനെ കറ കാണുന്നില്ല. നമുക്ക് കുറച്ചുണ്ടല്ലേ അവിടെ ഇതുപോലെ കറ പൊടിഞ്ഞു വരും. ഇപ്പൊ മഴയും കൂടെ പെയ്യുന്നോണ്ട് പൊട്ടിക്കുമ്പോ തന്നെ കറ പോകുന്നില്ല. അധികം മൂപ്പായി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഒരു വെള്ള നിറത്തിൽ കാണുന്നില്ലേ, ഇവിടെ ഒരു കുറച്ചും കൂടെ കറുപ്പായി വരും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല മൂത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാട്ടെ വിത്തൊക്കെ എടുക്കുന്നതിന്റെ. അപ്പൊ അത് നമുക്ക് അരിഞ്ഞിടാൻ പറ്റില്ല. ഈ ഒരു ഇതിൽ അരിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അരിഞ്ഞിടതാ. ചെറുതിൽ അരിയുമ്പോൾ ഇവിടെ നമ്മൾ ബീൻസ് ഒക്കെ അരിയുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞ് ഇവിടെ വരെ എടുക്കാം. പച്ചക്കറി വാങ്ങിക്കാൻ വരുമ്പം പെട്ടെന്ന് നമ്മളിത് കണ്ടിട്ടൊന്നും ആർക്കും അങ്ങനെ എന്താന്ന് പറഞ്ഞിട്ട് കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വാങ്ങിക്കുന്നവരൊക്കെ 1 കിലോയൊക്കെ തന്നെ വാങ്ങിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇത് ആ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ തിങ്ങി ഉണ്ടായി നോക്ക്. ഇങ്ങനെയായിരുന്നു നമ്മളെ വള്ളി ആദ്യം ഇവിടെ വെച്ചിട്ട് നമ്മളൊരു അന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു മുളേന്റെ കമ്പിൽ അത് കയറ്റി കൊടുത്തത്. ആ കമ്പിന്ന് പിന്നെ അത് പോവാതെ അവിടെ ഇങ്ങനെ ലോക്കായി പോയിരുന്നു വള്ളി. അപ്പൊ അവിടെ അങ്ങനെ ഒരു കട്ട കുത്തിയത് ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കായലുണ്ട്. അതിന് ശേഷമാണ് ഇപ്പൊ വള്ളി എല്ലാ ഭാഗത്തേക്കും പടർന്ന്. ഇവിടെ നോക്കി നമ്മള് വഴുതന നട്ടതൊക്കെ പോയിട്ട് വള്ളി ഇങ്ങോട്ട് പടർന്നപ്പം കള പോലും ഇല്ല അടിയിൽ ഒക്കെ പോയി. വഴുതനയും ഇതായി പോയിട്ടോ, വാടിപ്പോയി. അതിനൊക്കെ വാട്ടരോഗം വന്ന് പിന്നെ ഇതിന് വെളിച്ചം കിട്ടുന്നില്ലല്ലോ. മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഫുള്ള് വള്ളി വന്നിട്ട് അങ്ങനെ ആയിപ്പോയി. ഒരു തേങ്ങ വീണിട്ടുണ്ട്. ഇത് ഇവിടെ നോക്കുന്നു, ഇവിടെ ഒന്ന്. ഇത് ഇളനീരും അല്ല മൂപ്പായിട്ട് രണ്ടും ഇളനീരും അല്ല കേട്ടോ. ഇത് കണ്ടോ, അത് നെറ്റ് പൊളിച്ച് താഴെ വീണ്. ഇത് കണ്ടോ നെറ്റ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ പന്തലിടാൻ വേണ്ടി ചെയ്ത് നെറ്റാട്ടത്. ഉണക്ക വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ലോക്കായിട്ടുണ്ട്. മൂപ്പാവാത്ത തേങ്ങ നെറ്റും പൊട്ടിച്ച് താഴെ പോയി. നിത്യവൈദ്യന അധികം നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത് രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ടാവില്ലേ, ടീച്ചർമാരും ഇവരൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് രാവിലെ റെഡിയാക്കാൻ പറ്റിയ സാധനം വേഗം ഉപ്പേരി വെക്കാനൊക്കെ പറ്റിയത് നിത്യവൈദ്യനാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വേഗം വാങ്ങിച്ചു പോകുന്നുണ്ട് നമ്മൾ നിത്യവൈദ്യന. എന്ന് വെച്ചാൽ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് പയറ് ബീൻസൊക്കെ ചിലപ്പോൾ മഴ അടഞ്ഞാലൊന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഓൾ സീസൺ ആയിട്ട് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് വേഗം എല്ലാവർക്കും വാങ്ങിച്ചു പോകാനും ഉപ്പേരി വെക്കാനൊക്കെ എളുപ്പമാണ്. അല്ല എല്ലാത്തിനും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കൂടുതലും എല്ലാവർക്കും എളുപ്പം പറ്റുന്നൊരു സാധനമാണ് ഉപ്പേരി വെക്കാൻ. അതുകൊണ്ടാണ് കൂടുതലും അങ്ങനത്തെ ആളുകൾ ഇത് വാങ്ങിച്ചു പോകുന്നത്. അതാ വള്ളി പടന്നു നോക്ക്, അത്രയും ഏരിയയിൽ പോയിട്ടുണ്ട്. നമ്മൾ നെറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ കോഴിഷെഡിന്റെ മുകളിലും അങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം താഴ്ന്ന നില കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് ആ ഷെഡിന്റെ മുകളിലോട്ടൊക്കെ ഉള്ളതൊക്കെ കുറച്ച് റിസ്ക് എടുത്ത് പറിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നതൊക്കെ വേഗം പറിക്കുക.
ഇവിടെ കണ്ടോ ഇപ്പുറത്ത് നമ്മൾ നെയ്ക്കുമ്പളം അതിന്റെ കൂട്ടത്തിൽ നിന്ന് കാണിച്ചാൽ നെയ്ക്കുമ്പളം കുറെ നമ്മൾ വിളവെടുത്തു, ഇഷ്ടംപോലെ ആവുന്നുണ്ട്. അതൊക്കെ പുതിയ ചാഞ്ഞാട്ടോ. നല്ല ഈച്ചയുടെ ശല്യം ഉണ്ട് ഈ സമയത്ത്. അതുപോലെ ഇതിന് നമ്മൾ നിത്യവൈദ്യനയ്ക്ക് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ പരിചരണം വേണ്ടെന്ന് പറഞ്ഞ പോലെ ബാക്കി എന്ത് സാധനം നമുക്ക് ഈച്ചയുടെയും പുഴുവിന്റെ ഒക്കെ ശല്യം ഉണ്ടാവും. ഇതൊരു ശല്യമില്ല. കായ്ച്ചു കഴിഞ്ഞാൽ ഇതാ ചെറുത് ഇതുപോലെ ഇങ്ങനെ നീല പൂവാട്ടം ഉണ്ടാവുക. പൂ കാണിച്ചെടുക്ക്. അയ്യോ കൊഴിഞ്ഞോ, പൂ താഴെ വീണ്. മുകളിലൊക്കെ കാണാം ഇഷ്ടംപോലെ പൂക്കൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള പൂക്കളുണ്ടാവും. നീലല്ല വയലറ്റ് അല്ലേ, വയലറ്റ് പൂ, അതൊക്കെ പൂ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആയി പെട്ടെന്ന് കായ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈച്ചേൻ്റെ ശല്യമോ പുഴുവിൻ്റെ ശല്യമോ ഒന്നുമില്ല. വള്ളിക്കും കുഴപ്പമില്ല, ഉണ്ടാകുന്ന കായ്ക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഉണ്ടാവുന്നതെല്ലാം, അതായത് പൂത്തതെല്ലാം പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് ഇതുവരെ നിത്യവും വിളവെടുക്കാനും കഴിയുന്നത് കേട്ടോ. അപ്പൊ വേഗം ഇനി പറിച്ചെടുക്കാം അല്ലേ. മഴ ചാറുന്നുണ്ട്. അപ്പൊ മഴ കനക്കുന്നതിന് മുന്നേ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായി വന്നിട്ട് പിന്നെ നല്ല കണ്ട് പെയ്യും. അപ്പൊ അതിന്റെ ഗ്യാപ്പ് നോക്കിയിട്ട് വേഗം പറിച്ചു തീർക്കാം. ഇവിടെ ഒരു സംഭവം ഉണ്ടായത് കാണിച്ചു തരാം. കുഞ്ഞോളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നമ്മളെ കോഴിഷെഡിന്റെ ഉള്ളിലേക്ക് വള്ളി പോയിട്ട് ഇലയൊന്നും ഇല്ലാതെ ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ നിറച്ച് മാറാല പിടിച്ചിട്ടുണ്ട്. കോഴിഷെഡിന്റെ നെറ്റിലൊക്കെ അത് അങ്ങോട്ടുണ്ടോ. ഉള്ളിൽ കുറച്ച് കായ്കളുണ്ട്. നല്ല ഉള്ളിൽ നല്ല വലുപ്പമുള്ളതുകൊണ്ട് പറിക്കാൻ വിട്ടുപോയിട്ട് ഇച്ച് മൂപ്പായിട്ടുണ്ട്. അങ്ങനത്തെ കായ്കളുണ്ട്. ഇതിപ്പോ പുതിയ പോയ ബ്രാഞ്ചാ, നമ്മളെ ബയോഗ്യാസിന്റെ പൈപ്പിന്റെ മുകളിലോട്ട് പോയത്. ബയോഗ്യാസിന്റെ പൈപ്പ് പറഞ്ഞാൽ ഗ്യാസ് പോകുന്ന പൈപ്പ് കേട്ടോ. വീട്ടിലോട്ട് അടുക്കളയിലേക്ക് നമ്മൾ ഗ്യാസ് പോകുന്ന പ്ലാന്റ് അവിടെയാണ്, അങ്ങനെ പോകുന്നതാണ്. പൈലോട്ട് ആയതിൽ ഇപ്പം ചെറിയ കായ്കൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ പുതിയതായിട്ട് കയറിപ്പോയതാ. പിന്നെ അധികം പോകുന്നതാണ് ഇവിടുന്ന് വെച്ച് നമ്മൾ എൻഡ് ആക്കി തിരിച്ചു വിടണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിന് പൈപ്പിന്റെ അതൊക്കെ വെയിറ്റ് കൊണ്ട് താന്നു പോകും. ഇപ്പൊ നമുക്ക് ഇതൊരു മൂത്തത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. മൂപ്പായി കഴിയുമ്പോൾ ഇത് അധികം മൂത്തിട്ടില്ല, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടോ കുരുകളൊക്കെ ഇതുപോലെ ഉണ്ടാവും. കുരുകൾ കുറച്ചുകൂടെ നല്ല കറുപ്പായി വരുവാം. ഇത് ഒന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ വിത്തുകളാണ്, നല്ല കറുത്ത കുരുവായിട്ട് വരും കേട്ടോ. കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മുളയ്ക്കും. ഇങ്ങനെ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞിടാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഇളയത് നോക്കിയിട്ടാണ് ഇങ്ങനെ വെളുത്തായിരിക്കും. ഇവിടെ അങ്ങനെ കറുപ്പ് ഒരു ബ്രൗണുമായി പിന്നെ കുറച്ച് കറുപ്പായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ കുരുകൾ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞിടാൻ പറ്റില്ല കേട്ടോ. അത് വിത്ത് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വിത്ത് അത്. ഇതൊക്കെ കുറച്ച് നനഞ്ഞു പോയി, നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോളേ മഴ ചാറുന്നുണ്ട്, കുറച്ചും കൂടെ കിട്ടും. ബാക്കിയുള്ളത് പറിക്കുമ്പോഴത്തേക്കും എന്തായാലും മഴ പെയ്യും തോന്നുന്നത്. ഇത്രയും നിത്യവൈദ്യന പറിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ ഇതുണ്ടാവും. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പറിക്കാനുണ്ട്. അപ്പൊ ഇതിലൊക്കെ കണ്ടില്ല ഇങ്ങനെ ഒരു ചെളി പിടിച്ച പോലെ എല്ലാത്തിനും കാണാം. അങ്ങനെ ഇത് ചെളിയൊന്നല്ല, നമ്മൾ ഇതിന്റെ ഇല ചീഞ്ഞിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചാണ്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്നാലും കഴുകി വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇങ്ങനെ വരാനുള്ള കാരണം ആ പഴുത്ത ഇലയും ഉണങ്ങിയ ഇലയൊക്കെ നമ്മൾ എന്ത് ചെയ്തു മുറിച്ചിങ്ങനെ പൊടിച്ച് കളയണമായിരുന്നു. അത് നമുക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഇല ചീഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്നാലേ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെക്കട്ടെ. എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇനി എപ്പോൾ വന്നാലും നിത്യവൈദ്യന ഉണ്ടാവും കേട്ടോ. നമ്മളെ പച്ചക്കറി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നിത്യവൈദ്യന ഉണ്ടാവും. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ ഫാമിൽ നേരിട്ട് വന്നാൽ ഇതുപോലെയുള്ള അടിപൊളി നിത്യവൈദ്യന കൊണ്ടുപോകാം.